വയനാട് ചുരൽമല ഫണ്ട് പിരിവിന്റെ പേരിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ദുരുപയോഗപ്പെടുത്തി നടത്തിയ ഹീനകൃത്യങ്ങൾക്കെതിരെ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസ് ദുരന്തത്തെ പോലും ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നതാണ് വയനാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്നതിനപ്പുറത്തേക്ക് അതൊരു സത്യമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു ഭാഗത്ത് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് വയനാട്ടിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിക്കുന്നത്. ആ പണം എതിലേ പോയി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര പിരിച്ചുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് കണക്കുമില്ല. പണം പിരിച്ച ആൾ ഇപ്പോൾ ജയിലിലുമാണ്. കോൺഗ്രസിനാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ മറുപടിയുമില്ല. പിന്നീട് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ കേസ് വന്നപ്പോഴാണ് ഈ കേസിൽ ഇരയായ പെൺകുട്ടിയെ പോലും ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇയാൾ പറ്റിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മണ്ണിനടിയിൽ പോയ മനുഷ്യരെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ ഇവർ എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് കേരളം ഒറ്റ മനസ്സോടെ വിമർശിക്കേണ്ട ഒരു പ്രശ്നം കൂടിയാണ്, കാണേണ്ട ഒരു വിഷയം കൂടിയാണ് കോൺഗ്രസിന്റെ ഈ നെറുകെട്ട സമീപനം. ഒന്ന്, ടി സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വയനാട്ടിലെ ആ മനുഷ്യരെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തറക്കല്ലിടും നാളെ തറക്കല്ലിടും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യരെ അവഹേളിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ പീഡന പരമ്പരകൾക്കിടയിലും ആ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെ പോലും വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇവർ പറ്റിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോഷ്ല കൂടി എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഏറ്റവും സങ്കടം നിറഞ്ഞ കാര്യമാണ് ജോഷ്ല നമ്മുടെ മുൻപിലുള്ളത്. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ പേരിൽ പോലും ഇവർ ഈ പീഡന പരമ്പരകൾക്കിടയിൽ ആ മനുഷ്യരുടെ പേര് ഉപയോഗിച്ച് പോലും തട്ടിപ്പ് നടത്തിയെന്നത് എന്തുതരം മനുഷ്യരാണ് ജോഷ്ല? ഇവരെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കാരണം അത്രമാത്രം ക്രൂരമായ കൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയ ഒരു വാർത്തയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വയനാട്ടിലെ ദുരന്ത ബാധിതരെ ആകമാനം വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദുരന്തത്തിന്മേൽ ചവിട്ടി നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മുഴുവനായും ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുരന്ത ബാധിതരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഞാനുള്ളത്. അവർക്ക് വേണ്ടി സർക്കാർ പണിയുന്ന വീടുകൾക്ക് മുന്നിലാണ് ഞാനുള്ളത്. ഇന്നലെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ വയനാട്ടിലെ നേതാക്കളൊക്കെ തന്നെ വൻ പ്രതിഷേധത്തിലാണുള്ളത്. കാരണം ദുരന്ത ബാധിതരുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം MLA നടത്തിയത് എന്നാണ് ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ വിശേഷിപ്പിച്ചത്. കാരണം ദുരന്തത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളിൽ നിന്ന് പോലും ഫണ്ട് പിരിക്കുന്നു, അതായത് അതിജീവിതയിൽ നിന്ന് പോലും ഫണ്ട് പിരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത. അത് ഈ ദുരന്തത്തെ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ചൂഷണം ചെയ്തത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എങ്ങനെയൊക്കെ ഈ ദുരന്തത്തെ ചൂഷണം ചെയ്തു എന്നുള്ളത്, എന്തൊക്കെ ഹീനകൃത്യങ്ങൾക്കാണ് ഈ ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ചത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം എന്നുകൂടി കെ റഫീഖ് ഇന്നലെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ മന്ത്രി OR കേളു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ OR കേളുവിനെ കാണുകയുണ്ടായി. അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത് ഈ രീതിയിൽ തന്നെയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത സംഭവം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അതിജീവിതയിൽ നിന്നുമുള്ള ഫണ്ട് ശേഖരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം അത്രയേറെ ക്രൂരമായ കൃത്യമാണ് നടത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയെ വഞ്ചിക്കുക, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക. നമുക്കറിയാം ആ FIR ഇട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവരോട് ആ ഒരു ഹീനകൃത്യം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പുറത്ത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഫണ്ട് പിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. ഈ ഫണ്ട്, ഇവരിൽ നിന്നും പിരിച്ച ഫണ്ട് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഈ ഫണ്ട് പിരിവിന്റെ പേരിൽ അവർക്ക് റെസീറ്റ് നൽകിയിട്ടുണ്ടോ? ഈ ഫണ്ട് പിരിവിന്റെ റെസീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് ഫെനിയാണ് വാങ്ങിച്ചത് എന്നാണ്. എന്ത് റെസീപ്റ്റ്? ഇവർ നൽകിയ ഇവർ പിരിച്ച ഏതെങ്കിലും ഫണ്ടിന് റെസീപ്റ്റ് ഉണ്ടോ? റെസീപ്റ്റ് ഉണ്ടായിരുന്നില്ല, അത് കണക്കുണ്ടാകില്ല ജോഷ്ല. ഇതൊന്നുമല്ല, അത് തന്നെ പറഞ്ഞൊരു കാര്യമില്ല ജോഷ്ല. അതായത് ഫെനി നൈനാനാണ് പറഞ്ഞതെന്നാണല്ലോ പെൺകുട്ടി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇടപെട്ട് ആ ലക്കി ഡ്രോയിൽ 2ാം സമ്മാനം ഈ പെൺകുട്ടിക്ക് തരപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുന്നത് ആ സമ്മാനം ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുമെന്നാണ്. അപ്പോൾ 2ാം സമ്മാനമാണ് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1ാം സമ്മാനം ആർക്ക് പോയിട്ടുണ്ടാകും എന്ന് ജോഷ്ല ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ അത് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ കബളിപ്പിച്ചിട്ടുണ്ടാകാം. 1ാം സമ്മാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അതാണല്ലോ ഇവന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവനെന്നൊന്നും സാധാരണഗതിയിൽ നമ്മളൊരു ഫ്രെയിമിൽ നിന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാനല്ലാതെ എന്താ പറയുക? ഇയാളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? മാന്യതയുടെ ഏറ്റവും പരിധിയിൽ നിന്നുകൊണ്ട് ഇതല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മനു,
മനു, ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കാൻ കാരണം ഡിവൈഎഫ്ഐ അടക്കം വലിയ പ്രതിഷേധത്തിലാണുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ഇന്ന് രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസിസിനെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം 20 ലക്ഷം രൂപ വെച്ച് 100 വീടുകളുടെ ഫണ്ട് കൊടുക്കുക എന്നുള്ളത് അത് ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ പിരിച്ച ഫണ്ട് കൃത്യമായി ഈ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. അന്ന് മണ്ണിനടിയിൽ നിന്നും മനുഷ്യരെ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാം എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മണ്ണിനടിയിൽ നിന്നും മനുഷ്യരെ വലിച്ചെടുത്തത്. അവരിൽ പുറത്തെടുത്ത മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല, ജീവൻ രക്ഷിച്ച് അവരെ അതിജീവിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു വന്ന ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ അടക്കം രാഹുൽ മാങ്കൂട്ടം വിശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഡിവൈഎഫ്ഐ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച രാഹുൽ മാങ്കൂട്ടം ഇന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ വീടുകൾ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടം അത്രയേറെ അപമാനിച്ചിട്ടുണ്ട്. പൊതിച്ചോറിനെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടം കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്. എങ്ങനെയാണ് ദുരന്ത ബാധിതരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ദുരന്ത ബാധിതരുടെ കൈത്താങ്ങാവുന്നത് എങ്ങനെയാണ്, പാവപ്പെട്ട മനുഷ്യരുടെ കൈത്താങ്ങാവേണ്ടത് എങ്ങനെയാണ് ആശുപത്രികളിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്, രോഗികളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ തന്നെ കണ്ട് പഠിക്കേണ്ട ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ പലതവണ കോൺഗ്രസ് നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാത്തത് അല്ലെങ്കിൽ MLA സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോഴൊക്കെ അവർ പറയുന്ന മറുപടി കോൺഗ്രസ് നടപടി എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും MLA സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിൽ നടപടി സ്വീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ അവർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ദുരന്ത ബാധിതരോട് അടക്കം ചെയ്യുന്ന ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു സ്ഥാനത്തേക്ക് MLA സ്ഥാനത്തേക്ക് വരുന്നത്. എന്നിട്ടും ആ പാർട്ടി പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളത്. പിന്നെ ആരുടെ പ്രാതിനിധ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ MLA സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം വോട്ടർമാരെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതാണ്, വോട്ടർമാരെ വഞ്ചിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് വോട്ട് നേടുക, എന്നിട്ട് നിയമസഭയിൽ പോയി ഇരിക്കുക, പിന്നീട് ഞങ്ങളുടെ പാർട്ടിയല്ല അദ്ദേഹം എന്ന് പറയുക, ജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന ഈ ഒരു നടപടി, അതിൽ കോൺഗ്രസ് നേതൃത്വം പുതുതായി എന്ത് നടപടിയെടുക്കും? അദ്ദേഹത്തെ ഒരു നടപടിയും ഉണ്ടാകില്ല ജോഷ്ക, അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇനിയും അവർ നമ്മുടെ മുൻപിലേക്ക് വരും, അടുത്ത തീയതി പ്രഖ്യാപിക്കും, ഞങ്ങൾ ഇന്ന തീയതിയിൽ തറക്കല്ലിടുമെന്ന് പറയും. അതൊക്കെ നമ്മൾ ഇനിയും ഇങ്ങനെ ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യും. അതല്ലാതെ മറ്റൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കാത്തിരുന്ന് കാണാൻ ജോഷില. ഈ നാട്ടിലെ മനുഷ്യർ ചിന്തിക്കട്ടെ. ഈ ദുരന്തത്തെ പോലും നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുറിയിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് വന്നടിയുന്നതെന്ന് മനസ്സ് ചിന്തിച്ച് നോക്കൂ. ഓർക്കുമ്പോഴേ നമുക്ക് ശ്വാസം മുട്ടുന്നില്ലേ? അപ്പോൾ ആ മണ്ണിനടിയിലേക്ക് പോയ മനുഷ്യരെ വിറ്റ് കാശാക്കുന്ന ഒരു നേതൃത്വവും ഒരു സംവിധാനവും കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ കാണേണ്ടത്? നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കൂ, നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ.